കേരള നിയമസഭയിൽ ബി.ജെ.പിയുടെ ഒരു അംഗം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു അതെങ്ങനെ സാധ്യമാകുമെന്ന്. കേന്ദ്രം കേരളത്തിനോട് കേന്ദ്ര ബഡ്ജറ്റിൽ അനീതി കാട്ടി എന്ന് പറയുന്നവർക്ക് കൃത്യമായി മറുപടി നൽകുന്നുണ്ട് ഇന്ന് ബി.ജെ.പി നേതൃത്വം, എൻ.ഡി.എ സർക്കാർ. പാലക്കാടുകാർക്ക്, കേരളക്കരയ്ക്ക്, മലയാളികൾക്കെല്ലാം അഭിമാന മുഹൂർത്തമാണ്. പാലക്കാട് പിടിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും ലക്ഷ്യം. 3806 കോടി രൂപ മുതൽ മുടക്കിൽ പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത്. രാജ്യത്താകമാനം 12 ഗ്രീൻഫീൽഡ് സ്മാർട്ട് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിൽ ഒന്ന് പാലക്കാടാണ്. നേരിട്ടും അല്ലാതെയും 60,000-ഓളം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണ് 3806 കോടി രൂപ ചെലവിൽ പാലക്കാട് വരാൻ പോകുന്നത്. പാലക്കാട് നഗരത്തിൽ നിന്നും 20 കിലോമീറ്റർ മാത്രം മാറി അതിനായുള്ള സ്ഥലവും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പാലക്കാടിന്റെ മുഖം മാറ്റാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. പാലക്കാട് നമുക്കറിയാം, കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനെ കേവലം 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന UDF രാഷ്ട്രീയത്തിന്റെ അധികായൻ പരാജയപ്പെടുത്തിയത്. സ്വാഭാവികമായും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കുവാൻ പോകുമ്പോൾ അവിടെ പാലക്കാട് ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് കടുത്ത മത്സരം, അത് അവിടെ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള കടുത്ത മത്സരമാണ് വരാൻ പോകുന്നത്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുവെങ്കിലും അവിടെയും മോദി കാ ഗ്യാരണ്ടി തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അസാധ്യമെന്ന് വിലയിരുത്തിയ താമര വിരിയൽ അത് തൃശൂരിൽ കാട്ടിക്കൊടുത്തു ബി.ജെ.പി സുരേഷ് ഗോപിയിലൂടെ. കേരളത്തിൽ നിന്നും വോട്ടിട്ട് വിജയിപ്പിച്ച് ഒരു ജനപ്രതിനിധിയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക മാത്രമല്ല, അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിൽ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും കൊടുത്തു. നമുക്കറിയാം, ഇതിനു മുമ്പ് കേരളത്തിൽ നിന്ന് ഒരു അംഗത്തെ പോലും ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യാതിരുന്ന കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ കൊടുത്തിരുന്നു. 2 മലയാളികളായ കേന്ദ്രമന്ത്രിമാർ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ഉണ്ടായിരുന്നു. അത് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനുമായിരുന്നുവെങ്കിൽ ഇത്തവണ ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയെയും കേന്ദ്രമന്ത്രിമാരാക്കിക്കൊണ്ട് കേരളത്തിൽ അർഹിക്കുന്ന പരിഗണന തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭ കൊടുത്തത്. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അർഹമായതൊന്നും ലഭിച്ചില്ല എന്ന് മുറവിളിക്കൂട്ടുന്നവർ ഇത് കേൾക്കണം. 3806 കോടി രൂപയുടെ പദ്ധതി അത് പാലക്കാടാണ് വരാൻ പോകുന്നത്. നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുക തന്നെയാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെങ്കിലും അതിലൂടെ വരാൻ പോകുന്നത് 60,000-ഓളം പേർക്ക് തൊഴിലാണ്. ഔഷധ നിർമ്മാണത്തിനുള്ള രാസോൽപ്പന്നങ്ങൾക്കും സസ്യ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയുള്ള ഒരു വ്യവസായ പാർക്ക് അല്ലെങ്കിൽ വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരാൻ പോകുന്നത്. 1700-ൽ പരം ഏക്കർ സ്ഥലത്തായി പരന്നു കിടക്കുന്ന ഈ വ്യവസായ പാർക്ക് പാലക്കാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം മുഖഛായയ്ക്ക് ഭംഗി കൂട്ടാൻ സാധ്യമാകുമെന്നതാണ് വിലയിരുത്തൽ. കൊച്ചി തുറമുഖവും പാലക്കാട് റോഡ് റെയിൽ ഗതാഗതങ്ങളുടെ സൗകര്യവും ഒക്കെ പരിഗണിച്ചാണ് പാലക്കാട് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോഴും ബി.ജെ.പിക്കുള്ളത്, നരേന്ദ്രമോദിക്കുള്ളത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. നിയമസഭയിൽ ആകെ ഉണ്ടായിരുന്നൊരു സീറ്റ് കഴിഞ്ഞ തവണ ഇല്ലാതായി. ഒ രാജഗോപാൽ വിജയിച്ചു കയറിയ സീറ്റ് ബി.ജെ.പിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ നിയമസഭയിൽ 140 സീറ്റുകൾ ഒരിടത്ത് പോലും ബി.ജെ.പിക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം ഓരോ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുവാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിക്ക് സാധിച്ചു. തൃശൂർ പിടിച്ചെടുക്കുവാനും ബി.ജെ.പിക്ക് സാധിച്ചു. കേരളം ബി.ജെ.പി ഭരിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ പറയുമ്പോൾ അത് എങ്ങനെയെന്ന് മറുചോദ്യം ചോദിക്കുന്നവർക്ക് പല വഴികളും കാട്ടിക്കൊടുക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വം. അതിലൊന്നാണ് പാലക്കാടിനെ ചേർത്ത് പിടിക്കുന്ന ഈ 3806 കോടി രൂപയുടെ പദ്ധതി. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ആര് തന്നെയാകട്ടെ, അവർ വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്ന് പറയുവാൻ പാലക്കാടിന് ഇതാ ഒരു പദ്ധതി സമ്മാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ സന്ദർശിച്ച പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്: പണത്തിന്റെ കുറവ് കൊണ്ട് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് റീബിൽഡ് വയനാടിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും സംഭവിക്കില്ല എന്ന്. അത് പോകെ തെളിയുക തന്നെ ചെയ്യും. NDA സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ
അകമഴിഞ്ഞ സഹായമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് സംഭവത്തിനെ തുടർന്ന് ചെയ്തു നൽകിയത്. എന്തായാലും മലയാളിയെ മറക്കുന്നില്ല കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണന നേരിട്ടു എന്ന ആരോപണങ്ങൾക്ക് മേൽ ഇതാ എടുത്തു വെക്കുവാൻ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. 3806 കോടി രൂപയിൽ 60,000 പേർക്ക് തൊഴിൽ നൽകുന്ന വലിയൊരു പദ്ധതി അത് പാലക്കാടേക്ക് വരികയാണ്. ലക്ഷ്യം നിയമസഭയിലേക്ക് വീണ്ടും ഒരിക്കൽ പൂട്ടിയ അക്കൗണ്ട് തുറക്കുക. അതിലൂടെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 10 ഇടത്തെങ്കിലും വിജയിച്ച കാര്യപ്രാപ്തമായ ഒരു വലിയ നിരയെ തന്നെ നിയമസഭയിലേക്ക് അയക്കുക എന്നതാണ് BJP-യുടെയും നരേന്ദ്രമോദിയുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം അതിവിദൂരമൊന്നുമല്ല താനും.